ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും കുക്കിംഗ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേദൾ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേദൾ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസോ അതുപോലെ ഒരുപാട് പണിയൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് വറ്റൽമുളകൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 3/4 കിലോ ചിക്കനാണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്കാണ് 8 വറ്റൽമുളക് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നിട്ട് നന്നായി വറവായി വരുന്ന സമയത്ത് നമുക്കിത് എടുത്ത് മാറ്റണം. എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് മുളക് ചതച്ചത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ചില്ലി ഫ്ലേക്സ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തന്നെ വറുത്തെടുത്ത് തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇനി നമുക്ക് വറുത്തെടുക്കേണ്ടത് 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോവരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് ഇങ്ങനെ വറുക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ ഇതിൻ്റെ കൂടെ ഇട്ട് വറുക്കുമ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ചെറിയ ജീരകം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇതിൽ മസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട്. ഇനി ഇതും കോരി മാറ്റാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുളകൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഞെട്ടിയൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ ഡയറക്റ്റ് ചതച്ചെടുത്താൽ മതി. ഞെട്ടി ഉണ്ടായിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പൊടിക്കരുത്, ചതച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതൊരു തരിയായിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഉണ്ടല്ലേ, ഇതുപോലെ പൊടിച്ചെടുക്കുക. നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ജീരകവും അതുപോലെ തന്നെ കുരുമുളകൊക്കെ കൂടെ ഉള്ള മിക്സ് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് മുളകിൻ്റെ കൂടെ പൊടിക്കാണ്ട് സെപ്പറേറ്റ് പൊടിക്കുന്നത്. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കളറും കിട്ടും, പിന്നെ എരിവ് കുറവായിരിക്കും. പിന്നെ 2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കുഞ്ഞു ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ വലിയ ടീസ്പൂണൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചതച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നാരങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കരുത് കേട്ടോ. ഇത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മുളകൊക്കെ ചതച്ചിട്ടാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ആ ചിക്കനുമേ ഒന്ന് കോട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല എല്ലാ ഭാഗത്തും നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടണം കേട്ടോ. നന്നായി കവർ ചെയ്ത് കിട്ടണം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വെക്കുക. പുറത്തൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. അപ്പോൾ ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റും. ഇപ്പോൾ ഒരു അരമണിക്കൂർ ഞാനതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് മറുവശം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റി തന്നെയാണ്. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് എണ്ണയിലേക്ക് സ്പ്രെഡായി പോകട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മുടെ ചിക്കനുമേ അത്യാവശ്യം നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കരിഞ്ഞു പോവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഈ മുളകൊക്കെ കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗാർണിഷ് ചെയ്യാൻ ഇതിൽ ഈ എണ്ണയിൽ കിടക്കുന്ന ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ കോരിയെടുത്തിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എരിവ് കൂടിപ്പോയാലോ എന്ന് കരുതിയിട്ട് അത് ചെയ്തിട്ടില്ല. അതല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചില്ലി ഫ്ലേക്സ് നമുക്ക് എണ്ണയിൽ വറുത്തിട്ട് ഇത് ഗാർണിഷ് ചെയ്യാനും ഉപയോഗിക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ സെയിം എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് 4ആയിട്ട് കീറിയിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഗാർണിഷ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാം. എരിവ് പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിഷ് അത്യാവശ്യം എരിവ് ഉണ്ടാവും, കാരണം നമ്മൾ കുരുമുളകും ഡയറക്റ്റ് കുരുമുളകൊക്കെ പൊടിച്ചിട്ട് ചേർത്തതല്ലേ. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതിന് പകരം നമ്മൾ നല്ല മുളക് പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ചും കൂടെ കൂടുതലുണ്ടാവും. അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാശ്മീരി മുളക് പൊടി അല്ല എന്നുണ്ടെങ്കിൽ അളവ് കുറക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേതൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ, താങ്ക്